മനുഷ്യന്മാർ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് അരിഭക്ഷണം കഴിക്കുന്നതും രണ്ടാമത്തത് ചാണകം കഴിക്കുന്നതും. അരിഭക്ഷണം കഴിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ട് എത്രയോ പ്രയാസത്തിൽ, ആ മരണപ്പെട്ട ആളുകളുടെ വീടുകളിൽ എത്ര പ്രയാസമാണ്. ഒരു യുദ്ധം ഒരു രാജ്യത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമാണ്. അതിലും വർഗീയതയും, ഒരു ഭാഗത്ത് സപ്പോർട്ടും വേറൊരു ഭാഗത്ത് തീവ്രവാദികളാക്കലും. ഇവിടെ തീവ്രവാദികളായിട്ടുള്ള ട്രംപും നെതന്യാഹുവാണ് യുദ്ധം തുടങ്ങി വെച്ചത്. ഇറാൻ ഇപ്പോൾ ആരെയും വന്നിട്ട് അടിച്ചോന്നല്ലല്ലോ. ഇറാന് കേന്ദ്രത്തുനിന്ന് പിന്നെ നോക്കാൻ വന്നിട്ട് മെസ്സേജ് മാതൃഭൂമി അടക്കം ഉളുപ്പില്ലാണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും തുറന്ന് സംസാരിക്കുന്നുണ്ട് തെമ്മാടി രാഷ്ട്രമായിട്ടുള്ള അമേരിക്ക തുടങ്ങി വെച്ച കാര്യത്തിൽ. എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് എന്ത് ഒലത്തും നിങ്ങൾ? അതാ പറഞ്ഞ ചാണകം തിന്നു കഴിഞ്ഞാൽ തലച്ചോറുണ്ടാവില്ല. എത്ര സിമ്പിൾ, എത്ര ക്ലിയറാണ് കാര്യങ്ങൾ. അതായത് ഇറാന് ഒരിക്കലും അമേരിക്കനെ പോയിട്ട് അങ്ങോട്ട് ആക്രമിച്ചതല്ല. അതിൻ്റെ ഇപ്പം മോദിനെ വന്നിട്ട് ആരെങ്കിലും ഒരു രാജ്യത്തുള്ള ആളുകൾ എന്ത് കാര്യം പറഞ്ഞിട്ട് മോദിനെ അങ്ങ് കൊന്നാലിന് കഴിഞ്ഞാൽ ഇത് സംഘികളാരും ഇവിടെയുള്ള മിലിറ്ററി കാര്യങ്ങളൊന്നും ഇടപെടണ്ട. പിന്നെന്താ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ? അതിനും കുറേ പിന്നെ ചോറ് തന്ന നാടിൻ്റെ കൂടെയില്ല അങ്ങനെ ഉള്ള പോലത്തെ ഓരോ കമൻറ്റും കാര്യങ്ങളല്ലോ. അവർ UAEയും ഖത്തറും മറ്റുള്ള സ്ഥലത്തെല്ലാം അടിച്ചതെന്ന് പറഞ്ഞാൽ യു എസ് എൻ്റെ മാക്സിമം അസറ്റ് എത്രത്തോളം, അവരുടെ ബിസിനസ് എത്രത്തോളം അവരെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള രീതിയിൽ അതിന് ഗൾഫ് കൺട്രിയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും അതിന് സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ UAE ആയിക്കോട്ടെ, ഖത്തർ, ഒമാൻ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആയിക്കോട്ടെ. കാരണം അമേരിക്കക്ക് ഇത്ര നാളും ചെലവും കൊടുത്തിട്ട് അവരെ പോറ്റിയിട്ട് 10 വർഷം 20 വർഷം നല്ലോണം ആ പട്ടാളക്കാർ അവിടെ തിന്ന് തൂറി ജീവിച്ച് അവരെ മക്കളടക്കം പഠിപ്പിച്ച് വലുതാക്കിയിട്ട് ആ തിന്ന നന്ദി അവർ കാണിച്ചിട്ടില്ലല്ലോ. UAE, ഖത്തർ, മറ്റുള്ള സ്ഥലത്തും എല്ലായിടത്തും അക്രമം നടക്കുന്ന സമയത്ത് പ്രതിരോധിക്കാൻ ഇവരാരെങ്കിലും ഉണ്ടേനാ? എന്തിനാ ഇവർക്ക് സെക്യൂരിറ്റി, സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പൈസ ചിലവാക്കി. ആ ചെലവാക്കിയ പൈസയുടെ സ്വന്തം രാജ്യത്ത് തന്നെ ഇപ്പോൾ ഇറാനൊക്കെ ഡെവലപ്പ് ചെയ്ത സ്വന്തം സിസ്റ്റമൊക്കെ ഡെവലപ്പ് ചെയ്ത പോലെ GCCയിലുള്ള രാജ്യങ്ങൾ ആ പൈസ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശമ്പളത്തിന് ആളെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് എത്ര അസറ്റും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യണം. ഇതെല്ലാം അമേരിക്ക കട്ടുമുടിച്ച് കൊണ്ടുപോയില്ലേ. ഇതിപ്പോൾ ഓരോ സമയത്ത് ഓരോ ആയുധങ്ങളും ഓരോ സംവിധാനങ്ങളും ഇറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് GCCയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ എത്ര പൈസ അടിച്ചു മാറ്റിയേ? എന്നിട്ട് എന്തിനെങ്കിലും ഉപകാരത്തിനുണ്ടാ? കുറേ സാധനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിട്ട് മാസവും കൊല്ലത്തിലും പ്രൊജക്റ്റ് എടുത്ത് പൈസ മേടിക്കാന്നല്ലാണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നിട്ടാ ആ രാജ്യത്തിന് അക്രമത്തിലേക്ക് കൊണ്ടുപോയി തള്ളിവിടുന്ന രീതിയിൽ അപ്പുറത്ത് പണിയും കൊടുത്തിട്ട് പോയില്ലേ ഒളിച്ചിരുന്നിക്ക്. ഇങ്ങനെ ഒളിച്ചിരുന്നിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ഉണ്ടാക്കി ഈ നെതന്യാഹു സ്വന്തം നാട്ടിലുള്ള ആൾക്കാരാ മറ്റുള്ള ആൾക്കാർക്ക് ഇട്ടുകൊടുത്തിട്ട് എത്ര ആൾക്കാർ കൊല്ലപ്പെട്ട്. ഈ ട്രംപിൻ്റെ വിവരമില്ലാത്ത തലച്ചോറും കൊണ്ട് ഈ കളവൻ വയസ്സായി കഴിഞ്ഞാൽ വീട്ടിലിരുന്നോളാൻ കളവന്മാർ ലോകത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ നെതന്യാഹു എന്ന് പറഞ്ഞാൽ ആ മുതുക്കളവൻ, മുത്തച്ഛൻ്റെ അച്ഛനായി ആവാനുള്ള സമയമായി അയാൾ. എന്നിട്ട് ഇങ്ങനെ പടക്കുന്നു. ഓരോ ആൾക്കാർ അങ്ങോട്ട് വിടുന്നു ഇങ്ങോട്ട് വിടുന്നു. ഓനക്ക് വിടുന്നതിനെന്താ? ഓൻ്റെ അച്ഛനും ഓൻ്റെ മക്കളും ഒന്നല്ലല്ലോ ഈ പൊട്ടിത്തെറിച്ച് മരിച്ചു പോകുന്നത്. ഫ്ലൈറ്റിൽ ആ പറയുന്ന ആടുന്നേരം പാടുന്ന പോലെ കേൾക്കാനുള്ള കുറേ തലയില്ലാത്ത മിലിറ്ററിക്കാരും. അതെല്ലാം കൊണ്ട് ഈ മിലിറ്ററിക്കാർക്കടക്കം ബോധം വരേണ്ട സമയമായി. ഈ വയസ്സന്മാർ അത്തും പിത്തുമായിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് ചാണകം തിന്നുന്ന ആൾക്കാരും കൂടെ കൂടിയിട്ട് മറ്റേ ആളെ കാര്യം പിന്നെ പറയണ്ട. ആ ജഫറിൻ്റെ കൂടെ കൂടിയിട്ടുള്ള കസ്റ്റമർ ലിസ്റ്റിലുള്ള ആളുണ്ടല്ലോ, എല്ലാത്തിനെയും ആരൊക്കെയാണ് ഉള്ളത് എല്ലാത്തിനെയും എന്താക്കണം, കേസ് ഫയൽ ചെയ്തിട്ട് തെളിവ് അടിസ്ഥാനത്തിൽ എല്ലാത്തിനും തൂക്കിക്കൊല്ലണം. കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ഈ നായ്ക്കളെല്ലാം എന്ത് ചെയ്യാനാ? ചെറിയ മക്കളെ കൊന്നിട്ട് പീഡിപ്പിച്ചിട്ട് അത് ഭക്ഷണമാക്കിയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡാൻസ് കളിക്കാനുള്ള ഹൃദയം. ആ ചെറ്റകൾ ഭരണത്തിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്തുള്ള ആരായിക്കോട്ടെ. അതുകൊണ്ട് ഈ തലച്ചോറില്ലാത്ത സംഘികൾ, നിരീശ്വരവാദികൾ, ഈ ആരിഫ് ഹുസൈൻ്റെ കാര്യം പിന്നെ പറയണ്ട. ഓനെ കൊല്ലാൻ ആൾക്കാർ വരുന്ന പോലും ഓനെ കൊന്നാൽ മതിയാ. ഓനെ കൊന്നിട്ട് മാതൃകാപരമായിട്ട് കെട്ടിത്തൂക്കേണ്ട കോലത്തിലല്ലേ ഓനുള്ളത്. വായി തുറന്നു കഴിഞ്ഞാൽ ഓൻ തൂറുന്നത് വായിലൂട്ടിയാന്നുള്ളത് തോന്നിപ്പോവും ആൾക്കാർ. അത്രയും വൃത്തികെട്ട വായിയാണ് തുറന്നു കഴിഞ്ഞാൽ.
വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് AI ഇല്ലേ? എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാൻ AI ഇല്ലേ? ഇതിപ്പം പണ്ട് കാലത്തൊന്നല്ല ജീവിക്കുന്നത്. എത്ര ക്ലിയർ ആയിട്ട് ഇസ്ലാം ആയിക്കോട്ടെ, ഹിന്ദു മതം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ മതം ആയിക്കോട്ടെ, എല്ലാത്തിനെ പറ്റിയിട്ട് പറയാനിപ്പോൾ AI പോലും ഉണ്ട്. ഇവനാരാ? ഓരോ ആൾക്കാരാ ഓൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഓടിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഓന് മാതൃകാപരമായിട്ട് ശിക്ഷിക്കാൻ കേരളത്തിൽ അതിനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലേ? ജനാധിപത്യ രാജ്യം ഇന്ത്യ. ഓരോ ആളുകൾക്കും അവരുടെ മതം പറയാനും പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും ജീവിതത്തിൽ പകർത്താനൊക്കെ അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവന് നിരീശ്വരവാദം പടർത്തിക്കോട്ടെ, അതിന് കുഴപ്പമില്ലല്ലോ. നിരീശ്വരവാദികൾ നല്ലതാണ്, നല്ല ചിന്തകരാണ്, പറഞ്ഞോട്ടെ. മറ്റു മതത്തിനെ താറടിച്ചിട്ട് കാട്ടണ്ട. അത് ഹിന്ദു മതമായിക്കോട്ടെ, ക്രിസ്ത്യൻ മതമായിക്കോട്ടെ, ഇസ്ലാം മതമായിക്കോട്ടെ. ഇവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാനുള്ള ഭരണ സംവിധാനവും ആൾക്കാരൊന്നും ഇല്ലേ? പിന്നെന്ത് ജനാധിപത്യമാണ്? വോട്ടും കൊടുത്തിട്ട് ആൾക്കാരെ സെക്യൂരിറ്റി സേഫ്റ്റി ആയിട്ട് നമ്മളെ ഗവൺമെൻറ്റിന് നമ്മൾ കൊണ്ടുവരുന്നത് നമുക്ക് തന്നെ പണി തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗവൺമെൻറ്റും ആയിട്ടുള്ള കാര്യങ്ങളും നിയമ സംവിധാനമെല്ലാം എന്തിനാ? കണ്ണിൻ്റെ മുമ്പിൽ മൂക്കിൻ്റെ തുമ്പത്ത് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ നടന്നിട്ട് ഗവൺമെൻറ്റും ഇല്ല, പോലീസും ഇല്ല, മിലിറ്ററിയും കേസും ഒന്നും ഇല്ലെങ്കിൽ നാട് നശിച്ചില്ലേ? വായി തുറന്നു കഴിഞ്ഞാൽ ഈ വർഗീയതയും കൊല്ലലും ചോരപ്പൊഴിക്കലും എല്ലാം വേറൊന്നുമില്ല. ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കാര്യമില്ല. ഓരോ ആളുകൾക്ക് അവരോട് എന്തെല്ലാം പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ജോലി മാർഗങ്ങൾ, ബിസിനസ് അവസരങ്ങൾ. ഇപ്പോൾ ചൈനയിൽ എത്ര ഡെവലപ്പായിപ്പോയി. നമ്മുടെ നാട്ടിലുള്ള കുറേ ചാണകം ഇങ്ങനെ കലക്കി ഒഴിച്ചിട്ട് ആടിയുടെ ചാണകത്തുനിന്ന് ഇങ്ങനെ കുറേ ആൾക്കാർ കട്ടുമുടിക്കാൻ പ്രൈവറ്റിന് കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ പ്രോപ്പർട്ടി ഫുള്ള് അടിച്ചു മാറ്റിയിട്ടെല്ലാം കൊടുത്ത് ആവശ്യമില്ലാണ്ട് കുറേ എയർപോർട്ടുകളും കുറേ പ്രതിമകളും അതും ഇതും എല്ലാം ആക്കിയിട്ട് എന്തെങ്കിലും ഇൻകം വരുന്ന എന്തെങ്കിലും ചെയ്യാൻ നശിപ്പിച്ചില്ല. നാട് നശിപ്പിച്ചില്ലേ? വർഗീയത പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെ വർഗീയതയാണ്, മറ്റേതാണ്, മറിച്ചതാണ്. നാട് നശിപ്പിച്ചില്ലേ? എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഇൻകം ഉണ്ടോ? ഇപ്പോൾ മോദി പോലത്തെ ആൾക്കാർക്കെല്ലാം ഭരണത്തിലിരുന്നിട്ട് എത്രത്തോളം പ്രൈവറ്റ് പാർട്ടിക്ക് സാധനങ്ങൾ കൊടുത്തിട്ടും പൈസ മേടിച്ചിട്ടും എല്ലാം ഗൾഫിലും മറ്റുള്ള സ്ഥലത്തെല്ലാം പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം ബിനാമിയെല്ലാം വെച്ചിട്ടെല്ലാം എത്ര സിമ്പിളായിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും അന്വേഷിക്കണം. നാടിങ്ങനെ കുട്ടിച്ചോറാക്കിയിട്ട് ജനങ്ങളെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും തൊഴിലില്ലായ്മയിലെല്ലാം ആക്കി മാറ്റിയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തീവ്രവാദികൾ എന്നുകൊണ്ട് വായി തുറന്നു കഴിഞ്ഞാൽ പൊട്ടനെ പോലെ ചിരിക്കുന്നതല്ലാതെ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഡെവലപ്മെൻറ്റ് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ ആൾക്കാർ വിളിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് ഓടിപ്പോവും. മറ്റുള്ള മന്ത്രിമാർക്കും പ്രധാനമന്ത്രിമാർക്കും ഒന്നും പോകാനും വരാനും വിളിക്കാനും ആളില്ലായിട്ടൊന്നുമല്ല. ഓൽക്കെല്ലാം അവർക്ക് ചെയ്യാനുള്ള ഒരുപാട് ഡ്യൂട്ടികൾ അവർ ചെയ്യുന്നതാണ്. വിളിക്കുന്നതിന് മുമ്പേ, ഇസ്രായേൽ വിളിക്കും മുമ്പേ അങ്ങ് ഓടിപ്പോയിക്ക്. ഫയൽ പുറത്താകാൻ പാടില്ലല്ലോ. ഇങ്ങനത്തെ ആൾക്കാരെല്ലാം പിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എത്രയും പെട്ടെന്ന് നാട് ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ വരും തലമുറ വലിയ പ്രശ്നത്തിലുണ്ടാകും. ശ്രദ്ധിച്ചോ.